തിരുവനന്തപുരം കളക്ടറേറ്റിൽ ഇന്നും കടന്നൽ ആക്രമണം. കളക്ടറേറ്റിലേക്ക് എത്തുന്നവരെ കടന്നൽ വളഞ്ഞിട്ട് കുത്തുകയാണ്. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിച്ചു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇത് തുടർച്ചയായതുണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ വലിയ ആക്രമണം ഉണ്ടായി, മാധ്യമപ്രവർത്തകർക്കടക്കം കടന്നലിന്റെ കുത്തേറ്റു. ഇത് വലിയൊരു കൂട്ടം തന്നെ ആ കളക്ടറേറ്റിലുണ്ട് കടന്നലിൻ്റേത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനെ തുരത്താൻ എന്ത് ചെയ്യണം ഇനി? അനുജ, ഏതാണ്ട് 4-5 കടന്നലല്ല, തേനീച്ചയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കളക്ടറേറ്റിന്റെ തൊട്ടു മുന്നിലാണ്. ദേ ഈ കാണുന്ന പ്രധാനപ്പെട്ട വാതിൽ, ജില്ലാ കളക്ടർ അടക്കം വന്നിറങ്ങുന്ന പ്രധാനപ്പെട്ട ജില്ലാ കളക്ടറേറ്റിന്റെ വാതിലിലാണ്. രണ്ട് സൈഡിലുമായാണ് വലിയ തേനീച്ചക്കൂടാണ്. അത് കടന്നൽക്കൂടല്ല, നേരെ മറിച്ച് തേനീച്ചക്കൂടാണ്. തേനീച്ച ഈ പ്രദേശം മുഴുവൻ ഇതിനോടകം വളഞ്ഞു കഴിഞ്ഞു. അധിക സമയം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. നിലവിലിപ്പോൾ തേനീച്ച പൂർണ്ണമായും ഇന്നലത്തേതിന് സമാനമായി തേനീച്ച ഇപ്പോൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകൾക്ക് ഇവിടെ ഈ പ്രദേശത്തേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ ജീവനക്കാരടക്കമുള്ളവർ പുറത്തേക്ക് പോകുന്നതിനോ അകത്തേക്ക് കയറുന്നതിനോ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. പുറത്ത് വാഹനത്തിൽ വന്ന് വാഹനത്തിൽ തന്നെ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണ്. ഇന്നലെയും ഇതായിരുന്നു അവസ്ഥ, ഇന്നും ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ രാവിലെ വന്ന സമയത്ത് സമാനമായ രീതിയിൽ അനുഭവമുണ്ടായി. ഈ വരുന്ന ആളുകൾ, ഇത് അറിയാതെ എത്തുന്ന ആളുകളുണ്ട്. ഇത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പലരും ഇത് അറിയാതെ എത്തുന്നവരുണ്ട്. അറിഞ്ഞ് അകത്ത് കുടുങ്ങിപ്പോയവർ, വളരെ വേഗം ഇവിടെ നിന്ന് തിരികെ പോകാൻ ശ്രമിക്കുന്നവർ ഒട്ടനവധി ആളുകളുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ്, പ്രധാന ഗേറ്റിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ നിലവിലിപ്പോൾ ഈ തേനീച്ചക്കൂടുള്ളത്. നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 4 എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തേനീച്ചക്കൂട് ഇന്നും ഇളകിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് കളക്ടറേറ്റിൽ ഇപ്പോൾ കളക്ടർ. കാരണം അവിടെ ഇന്ന് ജീവനക്കാരെല്ലാം തന്നെ പരിഭ്രാന്തിയിലാണ്. ഈ ജീവനക്കാർക്ക് ഈ വിഷയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, എന്താണ് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടെ അവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അടിയന്തരമായ പരിഹാരം ഈ വിഷയത്തിൽ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്തു നിന്നുള്ള സഹായം, ആരുടെയെങ്കിലും സഹായം തേടി അവരെ കൊണ്ട് ഈ തേനീച്ചക്കൂട് ഇളക്കി മാറ്റിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കുറച്ചധികം കാലമായി ഈ തേനീച്ചക്കൂട് ഇവിടെയുണ്ട്. പക്ഷേ ഇതുവരെയും മാറ്റാൻ ഈ ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ കളക്ടർക്ക് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് അവരുടെ വീഴ്ച തന്നെയാണ്. ധാരാളം ആളുകൾ ദിനംതോറും എത്തുന്ന സ്ഥലമാണ് കളക്ടറേറ്റ് എന്ന് പറയുന്നത്. ജില്ലാ ഭരണാധികാരി, അത് കളക്ടർ ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചുറ്റും ധാരാളം തേനീച്ചകൾ പറക്കുന്നുണ്ട്. നമുക്ക് കുറച്ചധികം സമയം ഇങ്ങനെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വരികയും പോവുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയൊക്കെ തന്നെ ഒന്ന് ആലോചിക്കണം. മുഖത്തും തലയിലുമൊക്കെയാണ് ഈ തേനീച്ചകൾ കൂട്ടത്തോടെ വന്ന് കുത്തിയിട്ട് പോകുന്നത്. രാവിലെ ജില്ലാ കളക്ടർ അടിയന്തര മീറ്റിംഗ് വിളിച്ചിരുന്നു, അടിയന്തര യോഗം വിളിച്ചിരുന്നു. പക്ഷെ അതിൽ തീരുമാനമായിട്ടില്ല. പുറത്തു നിന്ന് ഇനി ആളുകൾ എത്തി ഈ കൂട് ഇവിടെ നിന്നും പൊളിച്ചു മാറ്റാതെ നിവർത്തിയില്ല. രാവിലെ തേനീച്ച ഇളകിയിട്ടുണ്ട്. ഇറങ്ങുന്നവരെയും പോകുന്നവരെയും എല്ലാം തന്നെ ഓടിച്ചിട്ട് കുത്തുകയാണ്. നമ്മുടെ ക്യാമറാമാൻ സിറിലിനടക്കം ഇപ്പോൾ രാവിലെ കുത്തേറ്റിരുന്നു. പലരും വന്നതിന് ശേഷം വാഹനത്തിൽ ഇരിക്കുകയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ ആ കാണുന്ന ഗ്ലാസ് അടയ്ക്കും. ഗ്ലാസ് അടച്ചാൽ ഒരല്പം ആശ്വാസം കിട്ടും, സ്വസ്ഥമാവുകയും ചെയ്യും. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഞാനൊന്ന് അകത്ത് കയറി വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഒരു 1-2 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും നമ്മളെ വീണ്ടും ഈ തേനീച്ചക്കൂട്ടം വന്ന് വളയുകയാണ് ചെയ്യുന്നത്. തലക്കിട്ടാണ് കുത്തുന്നത്, പൂർണ്ണമായും തലക്കിട്ടാണ് കുത്തുന്നത്. ഇന്നലെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു, 50-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നു. 1-2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇന്ന് ഇത്രയും സമയമായിട്ടും ഈ തേനീച്ചക്കൂടുകൾ ഇളക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല. ഇത് ജില്ലാ ഭരണസിരാ കേന്ദ്രമാണ്, ജില്ലാ കളക്ടർ ഇരിക്കുന്ന സ്ഥലമാണ്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്, ഓരോ ആവശ്യങ്ങൾക്കായി എത്തുന്നതാണ്. ഈ കൂട് പൊളിക്കാതെ സ്വസ്ഥമായി ശാന്തമായി ഇവിടേക്ക് എത്താൻ കഴിയും, അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും തേനീച്ചക്കൂട് ഇളകി തന്നെയാണ് ഉള്ളത് ഇവിടെ. ശരി ശ്രീകാന്ത്, ശ്രീകാന്ത് സുരക്ഷിതനായി നിൽക്കുക. നമ്മൾ ഈ വിഷയത്തിൽ കളക്ടറുടെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു യോഗം വിളിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണേണ്ടതുണ്ട്, യോഗം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ യോഗത്തിൽ എന്താണ് തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നതെന്ന് അറിയില്ല. ഇന്നലെയാണ് തേനീച്ചകൾ ഇളകിയത്, കൂട്ടത്തോടെ ഇളകുകയായിരുന്നു. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു. അതിൽ മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബോംബ് ഭീഷണി വന്നു. അതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തുന്ന സമയത്താണ് തേനീച്ചകൾ കൂട്ടമായി ഇളകിയതും ആളുകളെ ആക്രമിച്ചതും. ഇന്നും സമാന സംഭവം ഉണ്ടായിരിക്കുന്നു. ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നതാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.